ഇവിടെ ഈ കഴുത അവിടെ നോക്കുമ്പോൾ അടിയിൽ നിന്ന് നോക്കി ഒരു ഫീനിക്സ് പക്ഷിയാണെങ്കിൽ നോക്കി മണ്ണിനുള്ളിൽ നിന്ന് പൊന്തി വരുന്നു. അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെക്കനാണെങ്കിൽ ആ ഫീനിക്സ് പക്ഷിനെ എങ്ങനെയൊക്കെ നോക്കി പിടിക്കുകയാണ്. അതേ സമയത്ത് ആ ഫീനിക്സ് പക്ഷിയാണെങ്കിൽ ഇവനോട് കരഞ്ഞ് കെഞ്ചിയിട്ട് ഭാവനയിൽ തന്നെ എന്നെ നോക്കി അഴിച്ചുവിടും പറഞ്ഞതും ഇവനെ നോക്കിയ പാവം കണ്ടിട്ട് അതിനെ നോക്കി അഴിച്ചുവിടുകയാണ്. അതാണെങ്കിൽ നോക്കി എണിച്ചിട്ട് ഇവനോട് നന്ദി പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ഈ സഹായം മറക്കില്ല എന്ന് പറഞ്ഞ് അതാണെങ്കിൽ നോക്കി അവിടെ നിന്ന് പറന്നു പോകുന്നു. ആ സമയത്ത് അതിന്റെ ഒരു തൂവലാണെങ്കിൽ ഇവനിക്കാണെങ്കിൽ നോക്കി കൊടുത്തിട്ട് പോവുകയാണ്. പക്ഷെ ഇന്നാണ് രാജാവ് ഇവനെ കൊടുത്ത അവസാന ദിവസം. എന്തിനാ വെച്ചാൽ ഈ ഫീനിക്സ് പക്ഷിനെ പിടിച്ച് രാജാവിന് കൊടുക്കാനുള്ളത്. ആ സമയത്ത് അവനെ വിളിച്ചിട്ട് വന്നതും ആ ഫീനിക്സ് പക്ഷിനെ കണ്ടു അതിന്റെ തൂവലാണ് ഇതും പറഞ്ഞതും അവിടെ നോക്കി ആരും വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് രാജാവ് ശരി ഇവനെ കൊല്ലും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയതും അവിടെ നോക്കി കഴുത്ത് വെട്ടാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് മഴ വന്ന തൂവലിൽ തട്ടിയതും അവിടെ നോക്കി പെട്ടെന്ന് ഫീനിക്സ് പക്ഷിയെ നോക്കി അവിടെ വരികയാണ്. ഇവനെ സഹായിക്കാനായി ഫീനിക്സ് പക്ഷിയെ നോക്കി അവിടെ വരികയും അവിടെയുള്ള ഇരുട്ടിനെ മുഴുവനും പ്രകാശമായി മാറ്റുകയാണ്. അതുകൊണ്ട് നോക്കി അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇവനെ രാജാവാക്കുകയും പറഞ്ഞ പോലെ തന്നെ ചെയ്തും പറഞ്ഞും ആ രാജാവിനെ നോക്കി അദ്ദേഹത്തിന്റെ പദവി ഇവന് കൊടുക്കുന്നു. പക്ഷെ രാജാവിനാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവ ഇന്നൊരു ടാസ്കും കൂടി ചെയ്തിട്ട് വന്നാൽ അവനാണ് രാജാവൻ പറയുന്നു. എന്താ വെച്ചാൽ ഏറ്റവും ഭയങ്കരമായ തണുപ്പുള്ള സ്ഥലത്തിലേക്ക് ഇവനെ അയച്ചുവിട്ട് അവിടെ ഒരു പെണ്ണുണ്ടാവും അവളെ വിളിച്ചിട്ട് പോകാൻ പറയും. ഇവനാണെങ്കിൽ മാന്ത്രിക കഴുതിയുടെ സഹായം മൂലം അവിടെ വേഗം എത്തിച്ചേരുകയും അവിടെ പോകാൻ നോക്കുമ്പോൾ ഒരു കണ്ണട വീട് സാധനങ്ങളിൽ തടയും. ആ സമയത്ത് അവന്റെ വസ്ത്രത്തിനുള്ളിലായിരുന്ന ഫീനിക്സ് പക്ഷിയുടെ തൂവാണെങ്കിൽ പെട്ടെന്ന് പുറത്ത് വന്ന് അവിടെ നിന്ന് മാജിക്കൽ വാളിനെ നോക്കി പൊളിച്ചുവിടുകയാണ്. അത് പൊളിച്ചതും ഇവനാണെങ്കിൽ നേരെ നോക്കി ഉള്ളിൽ നടന്നു പോകുമ്പോൾ അവിടെ കുറെ സ്ത്രീകളാണെങ്കിൽ ഉണ്ടാകും. അതിലാണെങ്കിൽ നോക്കിയാൽ തൂവാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്ത്രീ നോക്കി എണിപ്പിച്ചു വിടുകയാണ്. അവളിനെയും വിളിച്ച് ഇവനാണെങ്കിൽ നോക്കിയാൽ തിരിച്ച് ആ രാജകൊട്ടാരത്തിൽ നോക്കി തിരിച്ചു വരികയാണ്. ആ ദിവസം രാത്രി ആ പെണ്ണിനെ കാണാൻ വേണ്ടി ഇവനാണെങ്കിൽ നോക്കിയാൽ മതിൽ കയറി പോകുമ്പോൾ രാജാവാണെങ്കിൽ അവനെ നോക്കുകയാണ്. അതേസമയം ഇവനാണെങ്കിൽ അവൾക്കായി ഒരു മാന്ത്രിക മോതിരമാണെങ്കിൽ നോക്കി സമ്മാനമായി കൊടുക്കുന്നു. ഇത് കണ്ട രാജാവാണെങ്കിൽ ഇതുപോലൊരു അവസരം പിന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ വെടിവെച്ചതും അവനുമ്പോൾ തട്ടിയില്ല. പക്ഷെ അവൻ സൗണ്ട് കേട്ടും പേടിച്ച് താഴെ വീണതും ഭടന്മാരാണെങ്കിൽ അവൻ കൊണ്ടുപോയി അടയ്ക്കും. പകലിൽ നോക്കിയാൽ കുറെ സഭയിൽ വിളിച്ചു വരുത്തിയിട്ട് അവിടെ നോക്കിയാൽ 3 ചട്ടീനെ കൊണ്ടുവന്നിട്ട് അതിൽ നോക്കി അവനെ തള്ളിവിടാൻ പ്ലാനാണ് ഈ രാജാവ്. അവിടെ വന്നത് നോക്കി അവൻ തള്ളിവിട്ടതും അവൻ നോക്കി നേരെ ചട്ടിയിൽ വീഴാൻ പോകുമ്പോൾ അവൻ കൊടുത്ത മോതിരാണെങ്കിൽ നോക്കി അവളാണെങ്കിൽ തിരിച്ച ചട്ടിയിലിട്ടതും അവൻ നോക്കി അതിൽ നിന്ന് ചാടി വേറൊരു ചട്ടിയിലേക്ക് പോയി വീഴും. അതിനുള്ള വീണെന്ന് നോക്കി അവനാണെങ്കിൽ ഫ്രീസ് ആവാൻ തുടങ്ങിയതും പെട്ടെന്ന് നോക്കി ആ ഫീനിക്സ് പക്ഷിയാണെങ്കിൽ വന്ന് ആ ചിറകണം നോക്കി പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ തൂവലാണെങ്കിൽ നേരെ ഉള്ളിൽ പോയി അവനെ നോക്കി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നേരെ നോക്കി പുറത്തോണ്ട് വരികയാണ്. പക്ഷെ അവൻ നോക്കി തിരിച്ചതിനുള്ളിൽ തന്നെ വീണതും എല്ലാവരും വീഴുമ്പോൾ പുറത്ത് വരുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ സമയം കിടക്കുന്നു. പക്ഷെ അവനാണെങ്കിൽ പുറത്ത് വരുന്നില്ല. ശരിയും മരിച്ചിട്ടുണ്ടാകാൻ പറഞ്ഞ അവരാണെങ്കിൽ നോക്കി എല്ലാവരും തിരികെ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ മോളിൽ നോക്കിയ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ നോക്കി നേരെ താഴെ വീഴുന്നു. ആ വീണത് നോക്കി പെട്ടെന്ന് അവനാണെങ്കിൽ നോക്കി അന്ന് പുറത്ത് വരികയാണ്. അതേ സമയത്ത് നോക്കി രാജാവും ഞാനും നോക്കി ഇതുപോലെ ആവാൻ പറഞ്ഞിട്ട് അവൻ നോക്കി ഉള്ളിൽ പോയി ചാടിയതും അതിലൊരു ബബിളാണെങ്കിൽ വന്ന് നേരെ നോക്കിയ രാജാവിന് അവിടെ നിന്ന് നേരെ നോക്കി ആകാശത്തിലേക്ക് പൊക്കി കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. നാട്ടുകാരൊക്കെ നോക്കി കൈതട്ടി ചിരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ നോക്കി രണ്ടുപേരും നോക്കി അങ്ങനെ ഒന്നിക്കുന്നു. അങ്ങനെ ഈ രാജാവ് ആ നാട് വിട്ട് വേറെ എങ്ങോട്ടേക്കോ പോകുന്നു.